الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയമാണ് ഇപ്പോഴുള്ളത്. സ്ഥാനാർത്ഥികളെല്ലാവരും വളരെ നെഞ്ചിടിപ്പോടെ തങ്ങളുടെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അണികളായിട്ടുള്ള ആളുകളും വല്ലാത്ത ആവേശത്തിലാണ്.
നമുക്കറിയാം, നാളെയാണ് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം. സ്വാഭാവികമായും റിസൾട്ട് വരുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. വീണ്ടും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവാം. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ സ്വാഭാവികമായും ആളുകൾ അവരെ വീണ്ടും തെരഞ്ഞെടുക്കും. ഇല്ല എങ്കിൽ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇത് പൊതുജനങ്ങളുടെ ഒരു അധികാരമാണ്. ഓരോ ഇന്ത്യൻ പൗരന്റെയും ഏറ്റവും വലിയ ശക്തമായ ഒരു ആയുധം തന്നെയാണ് നമ്മുടെ വോട്ടെടുപ്പ് എന്നുള്ളത്. അതറിഞ്ഞുകൊണ്ട് ബുദ്ധിപരമായി നമ്മുടെ പ്രദേശത്തിന് യോജ്യമാകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മെനക്കെടാറുള്ളത്. ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ ആളിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ നാട്ടിന് ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിക്ക് അതിന് കഴിയുമെന്നും ഉത്തമ ബോധ്യമുള്ളവരെയാണ് പൊതുജനങ്ങൾ തെരഞ്ഞെടുക്കാറുള്ളത്. ഇങ്ങനെ തെരഞ്ഞെടുത്ത് നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നവരായ ആളുകൾ, ആ ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരക്കാരായ നേതാക്കന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ നിസാ 58-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരായ അധികാരവർഗത്തോട് പറയുന്ന ഒരു കാര്യം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു നിങ്ങളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്. അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ആ നാട്ടുകാരായ ആളുകൾ അഥവാ തന്റെ ഭരണീയരായ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ വെച്ചു കൊടുക്കണമെന്നുള്ളത്. ഒരാളെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ നാട്ടുകാർ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യനിൽ നിന്ന് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിഷയങ്ങളിൽ അതിൻ്റെ അവകാശങ്ങൾ തീർത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ തന്റെ മുന്നിലേക്ക് വരുന്ന അപേക്ഷയുമായി വരുന്ന വ്യക്തി തന്റെ പാർട്ടിയിൽപ്പെട്ട ആളായിക്കൊള്ളണമെന്നില്ല. എങ്കിലും തനിക്ക് ലഭിച്ച ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്റെ നാട്ടിലുള്ള, തന്റെ പ്രദേശത്തുള്ള ഒരു വ്യക്തി തന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് ഏൽപ്പിച്ചു കൊടുക്കുക, അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ അധികാരം ലഭിച്ച വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. അല്ലാഹു പറയുന്നു, വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. ജനങ്ങളിൽ വല്ല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ജനങ്ങളോട് വല്ല വിഷയങ്ങളിലും നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ, അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിയോടുകൂടിയാവണം അത് ചെയ്യേണ്ടത്. ഇന്നല്ലാഹ നിഅമ്മാ യഅലുകും ബിഹി. ഇക്കാര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു സദുപദേശമാണ്, ഒരു നല്ല ഉപദേശമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനം കൊണ്ടുവെക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അധികാരം ലഭിച്ചവരായ ആളുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവരുടെ വാക്കുകളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി റബ്ബ് കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്
എന്നുള്ള ഒരു വാണിംഗ് കൂടെ ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പല ആളുകളും സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ മറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. തന്നെ ജയിപ്പിച്ചവരായ നാട്ടുകാരെ കുറിച്ച് പിന്നീട് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. തങ്ങൾക്ക് ലഭിച്ച അധികാരത്തിന്റെ പളപ്പിൽ അത് വലിയ ഒരു ഖിബറായിക്കൊണ്ട് ആ മനുഷ്യനെ നിന്ദനാക്കി തീർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചില ആളുകൾ കാണിക്കാറുണ്ട്. എന്നാൽ മനുഷ്യർക്ക് സ്നേഹമുള്ള പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരായ നേതാക്കന്മാരുമുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് തനിക്ക് ഒരു പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ ആളുകൾ മുഖേന നൽകി. ആ അധികാരം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ വിനിയോഗിക്കാത്തവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം ആ മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോക ചരിത്രത്തിന്റെ താളുകളിൽ കൃത്യമായി നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഒരു അഹങ്കാരിയെയും പടച്ചതമ്പുരാൻ നിലത്തിട്ട് അവനെ തറവയ്ക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങൾ അത് രാഷ്ട്രീയത്തിലായാലും തൻ്റെ വീട്ടിലായാലും തൻ്റെ കുടുംബങ്ങളിലായാലും ഏത് നിലയിലാണെങ്കിലും തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം ഓരോ ആളുകളും തൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. സാന്ദർഭികമായി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ ഗൗരവമേറിയ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ്. ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നമ്മൾ ഓരോരുത്തരുമാണ്. ഇതിലെ വോട്ട് ചെയ്യുന്ന ആളുകളും ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. അവനവന്റെ കാര്യത്തിൽ അവനവൻ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഒരു അനൗൺസ്മെന്റിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രചാരണം, നോട്ടീസുകളോ അല്ലെങ്കിൽ പരസ്യപ്പെടുത്തലുകളോ ഇല്ല. ആ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാനുള്ള ആളുകളാണ് ഞാനും നിങ്ങളും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന ഓരോ മനുഷ്യനും ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ബോധം, തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ സൂചിപ്പിച്ചു വന്നല്ലോ, നാളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആശങ്കയാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നേയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടുകൾ നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് ഏവർക്കും പരിചയമുള്ള സൂറത്തുൽ ഖാരിഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فأما من ثقلت موازينه فهو في عيشة راضية. ആരുടെ തുലാസാണോ അന്ന് ഖനം തൂങ്ങുന്നത്, ആരുടെ പ്രവർത്തനങ്ങളാണോ അഥവാ ആരുടെ വോട്ടുകളാണോ അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ വോട്ടുകളായി ചിത്രീകരിച്ചാൽ ആരുടെ കർമ്മങ്ങളാണോ ഖനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ വലിയൊരു താക്കീതാണ്. ആ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടുന്ന സാഹചര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, ആരുടെയെങ്കിലും വലത് കൈയിലൂടെ തന്റെ റിസൾട്ട് ആ മനുഷ്യന്റെ കയ്യിൽ ലഭിച്ചാൽ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, എന്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ എന്ന് തന്റെ മുൻപിലുള്ളവരോടും തന്റെ കുടുംബത്തിലുള്ളവരോടും തന്റെ വേണ്ടപ്പെട്ടവരോടും പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടുമൊക്കെ ആ മനുഷ്യൻ തന്റെ റിസൾട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും. സന്തോഷഭരിതനായിരിക്കും അയാൾ. എന്നിട്ട് അയാൾ പറയും, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു ഹിസാബ്, ഇങ്ങനെ ഒരു വിചാരണ നാൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു.
അതിനുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, അതിനുള്ള ജീവിത രീതിയായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ആ മനുഷ്യൻ അഭിമാനത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി തന്റെ ആളുകളോട് വിളിച്ചു പറയും. ആ സന്ദർഭത്തിൽ റബ്ബദാ വാഗ്ദാനം ചെയ്യുന്നു, സംതൃപ്തമായ ഒരു ജീവിതമാണ് അവന് വാഗ്ദാനമുള്ളത്. വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലായിരിക്കും അവനുണ്ടായിരിക്കുക. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗമാണ് അവന്റെ അഭയസ്ഥാനം. ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ചുവടുവെപ്പാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ, വോട്ടെടുപ്പുകൾ ഈ ഹയാത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ മഹാസൗഭാഗ്യം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ലഭിക്കാൻ സാധിക്കും. എന്നാൽ അലംഭാവമായി അതിനെ ശ്രദ്ധിക്കാതെ, വേണ്ടുന്ന പ്രചാരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നമ്മൾ ചെയ്യാതെ, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണിക്കാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇടത് കൈയിലൂടെയാണ് ആ മനുഷ്യന്റെ റിസൾട്ട് നൽകപ്പെടുന്നതെങ്കിൽ അവൻ വിളിച്ചു പറയും, വിലപിക്കും, ആർത്തട്ടഹസിച്ച് കരയും, എന്റെ നാശമേ, ഈ ഗ്രന്ഥം, ഈ റിസൾട്ട് എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. വനം അതിരിമാഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ, ഇങ്ങനെ ഒരു റിസൾട്ടിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല, ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. എന്റെ നാശമേ, എന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നിങ്ങനെ അവൻ സ്വയം വിലപിക്കുകയാണ്. ഒരുപാട് ധനം എനിക്കുണ്ടായിരുന്നു, അധികാരമുള്ളവനായിരുന്നു ഞാൻ, ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്നു, എന്റെ ഒരു വാക്ക് കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ അത് ചെയ്തു തരാൻ എനിക്ക് സപ്പോർട്ടിന് ആളുകൾ ഉണ്ടായിരുന്നു. ലോകത്ത് ഞാൻ ജീവിക്കുമ്പോ എല്ലാം നേടിയവനായിരുന്നു, എനിക്കാളും ശക്തിയും ബലവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ അധികാരം എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നിങ്ങനെ വിലപിക്കുന്ന ഒരു സാഹചര്യം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മറന്നുകൊണ്ട് ഞാനും നിങ്ങളും ജീവിച്ചാൽ ആ പരലോകത്ത് വിലപിക്കുന്നവരായി നമ്മൾ മാറും. ആ സമയത്ത് ഓരോ മനുഷ്യനും, ആ നാശത്തിൽ അകപ്പെട്ട ആളുകൾ പറയും, റബ്ബിർജിഊൻ, പടച്ചവനെ ഒന്നുകൂടെ ദുനിയാവിലേക്ക് എന്നെ മടക്കി തരണേ. റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒരു മടക്കം കൂടെ എനിക്ക് നീ നൽകണേ. എന്നാൽ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, ഞാൻ ഒഴിവാക്കിയതായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, അല്ലാഹു എനിക്കെല്ലാം ബോധ്യമായിരിക്കുന്നു. പ്രവാചകന്മാരുടെ മില്ലത്താണ് ശരി, അമ്പിയാക്കന്മാർ പറഞ്ഞ മാർഗങ്ങളാണ് ശരി, മിമ്പറുകൾ വിളിച്ചു പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ മാർഗം, ഇത് ഞാൻ കേട്ടിരുന്നു റബ്ബേ. പക്ഷേ അവഗണിച്ചു പോയി, ഞാൻ ഉറക്കം തൂങ്ങുകയായിരുന്നു. ഖുത്ബയുടെ വേളയിലാണെങ്കിലും എനിക്ക് ഉറക്കമാണ്, എനിക്ക് ക്ഷീണമാണ്, അശ്രദ്ധയാണ്. ആ ഒരു ചടങ്ങിന് വേണ്ടിയായിരുന്നു ഞാൻ പള്ളിയിൽ വരാറുണ്ടായിരുന്നത്. അല്ലാഹുവേ, അവഗണിച്ചു പോയല്ലോ, എന്റെ ജീവിതം നശിച്ചു കളഞ്ഞല്ലോ എന്നിങ്ങനെ അവൻ വിലപിക്കും. അതുകൊണ്ട് ആ സമയത്ത് അവൻ പറയുകയാണ്, ലഅല്ലി അഅമലു സ്വാലിഹാ ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കിയതായ ഒരുപാട് സൽക്കർമ്മങ്ങൾ അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച, നിന്റെ ഉലമാക്കൾ ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തന്ന ആ കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കിയിരുന്നു റബ്ബേ. ദുനിയാവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു, അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം എന്നിങ്ങനെ അവൻ വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അല്ല, അതൊരു വെറും വാക്കാണ്, ഇനി അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവസരങ്ങൾ ഉണ്ടായിരുന്നു, 60, 70, 80, 90 ഒക്കെ വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ വെറും ഉറക്കം തൂങ്ങികളായി, അശ്രദ്ധരായി, അലസന്മാരായി, ദുനിയാവിന്റെ ആ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം നെട്ടോട്ടമോടുന്നവരായി എന്റെയും നിങ്ങളുടെയും ജീവിതം മാറിയെങ്കിൽ സഹോദരങ്ങളെ, അവിടെ വിലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല. റബ്ബദാ തന്റെ മാലാഖമാരോട് കൽപ്പിക്കുന്നു, ഖുദൂഹു ഫഗുല്ലൂഹു, പിടിക്കവനെ, ബന്ധിക്കവനെ, ഥുമ്മൽ ജഹീമ സല്ലു, പിന്നീട് നരകത്തിലേക്ക് അവനെ വലിച്ചെറിയൂ, ഥുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ
70 ദിറാഅൻ ഫസ്ലുകൂ. വല്ലാത്ത വാക്കുകളാണ് റബ്ബിന്റേത്. 70 മുഴം നീളമുള്ള ഭീമമായ ചങ്ങലകളിൽ അവനെ ബന്ധിച്ചുകൊണ്ട് നിങ്ങൾ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുവീനെന്ന് തന്റെ മാലാഖമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപാകെ വരാനുണ്ട്. അത് ഈ ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് ക്ഷീണങ്ങളും ഒരുപാട് ത്യാഗങ്ങളും ഞാനും നിങ്ങളും സഹിക്കുമ്പോ അതിലുപരി അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന നമ്മുടെ പരലോക വിജയമാകുന്ന തെരഞ്ഞെടുപ്പിനെ, അതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ദുനിയാവിലെ തെരഞ്ഞെടുപ്പല്ല. അതെങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞു പോയിക്കൊള്ളും. ഒരുപക്ഷെ വിജയിച്ചാലും നമ്മുടെ പ്രവർത്തന ദൂഷ്യഫലമായി ഒരുപക്ഷെ നമുക്കത് നഷ്ടപ്പെടാം, അധികാരം നഷ്ടപ്പെടാം. പല ആളുകളും തള്ളി നീക്കിയത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പോലും അള്ളാഹു കൽപ്പിച്ച ഫറദായ അമലുകൾ ഒഴിവാക്കിക്കൊണ്ട്, പള്ളിയുമായി ബന്ധമില്ലാതെ കൃത്യമായി നമസ്കരിക്കാതെ ഫർദ് നമസ്കാരങ്ങൾ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് ഭൗതിക തെരഞ്ഞെടുപ്പിന് വേണ്ടി നെട്ടോട്ടമോടിയ ആളുകളെ, ഇങ്ങനെ ഒരു വിചാരണയുണ്ട്, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ടെന്ന് മറന്നു പോകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രാഷ്ട്രീയം നമുക്ക് വേണം, അതെല്ലാം നമ്മുടെ ഭൗതികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏത് പാർട്ടിയാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും ഏത് നേതാക്കന്മാരാണെങ്കിലും ഒക്കെ വേണം. പക്ഷേ വിശ്വാസികളെ, നാളെ പരലോകമുണ്ടെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബുണ്ടെന്നും ആ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വസിക്കുന്നവരെ, നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ അള്ളാഹുവിന്റെ ആ ദാറുൽ ഖുൽദിന് വേണ്ടി, ആഖിറത്തിലുള്ള സ്വസ്ഥമായ സ്വർഗീയ സുഖത്തിന് വേണ്ടി പണിയെടുക്കണമെന്നാണ്. ആ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്. എന്നാൽ അള്ളാഹു നമ്മോട് കുറ്റം പറയുകയാണ്, അള്ളാഹു നമ്മെ കുറ്റപ്പെടുത്തുന്നു. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. എന്നെന്നും ബാക്കിയാവുന്ന ആ പരലോകത്തെ മാറ്റിവെച്ചുകൊണ്ട് ഈ നിസ്സാരമായ ദുനിയാവിന് വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത്? നമസ്കാരത്തിന് വരാതെ, ജമാഅത്തിന് വരാതെ, അതിനുവേണ്ടി പാർട്ടി കേന്ദ്രങ്ങളിൽ സൊറ പറഞ്ഞിരുന്ന് സമയം കളഞ്ഞ് റോഡുകളിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ നിലയിലുള്ള ആർപ്പുവിളികളും ആർഭാടങ്ങളുമായി നിങ്ങൾ കഴിഞ്ഞത് ഈ ദുനിയാവിന് വേണ്ടിയാണോ? ഈ ശ്വാസം നിന്നാൽ തീർന്നു അതിന്റെ പിളപ്പ്. എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന റബ്ബിന്റെ വിളിക്കുത്തരം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും മുൻപിലുണ്ടാകും. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണം. അതിന് മുൻപ് ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിന് നമുക്ക് അവസരം ഉണ്ടാവില്ല, പിന്നീട് ഒരു വിജയത്തിന് നമുക്ക് ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവം നമ്മുടെ ജീവിതം കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാ തർക്കങ്ങളും മറന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം ഭിന്നിച്ച് അടിപിടി ഓടി തമ്മിലുള്ള ബന്ധങ്ങളും തകർത്തവരായ ആളുകൾ ഉണ്ടാവും. അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധമുണ്ടായിക്കൊണ്ട് നാളത്തെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ തർക്കങ്ങളും മറന്നുകൊണ്ട് വന്നുപോയ തെറ്റിനോട് റബ്ബിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹാബതിഹിൽ മുർതദ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നാളെ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നാൽ ഓരോ പാർട്ടിക്കാരും ജയിക്കുന്നവരായ ആളുകൾ സ്വാഭാവികമായും അതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷെ ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ആഹ്ലാദങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടുന്ന ചില മര്യാദകൾ,
പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളും അപഹാസ്യങ്ങളും വിളിച്ചു പറയുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും യഥാർത്ഥ മുസ്ലിമിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ട് അതാണ് ശരി എന്ന് വിചാരിക്കുന്ന വിവരം കെട്ടവരായി തീരാൻ ഒരിക്കലും ഒരു സത്യവിശ്വാസം കഴിയില്ല. സൂചിപ്പിച്ചുവല്ലോ, തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനങ്ങളും ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണം. മറ്റൊരുത്തന്റെ അഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ കരുതണം എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവനെ ഇവൻ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. തന്റെ സഹോദരന്റെ മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തിഹി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് തന്റെ മുസ്ലിം സഹോദരന്റെ വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ, അത് ഭൗതികപരമായി ഏത് വിഷയത്തിലാണെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ക്ഷേമ വിഷയങ്ങളിലൊക്കെ ഒരു മുസ്ലിം അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ തീർച്ചയായും ഖാൻ അല്ലാഹു ഫി ഹാജത്തിഹി, അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു ബിഹാ കുർബതൻ മിൻ കുർബി യൗമിൽ ഖിയാമ. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സഹോദരൻ അയാൾ തന്റെ ഒരു ആവശ്യവുമായി നമ്മുടെ മുൻപാകെ വരുമ്പോ ആ വിഷയത്തിലുള്ള അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു മുസ്ലിം മെനക്കെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫറജല്ലാഹു അൻഹു ബിഹാ കുർബതൻ മിൻ കുർബി യൗമിൽ ഖിയാമ. ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്ന അന്ത്യദിനത്തിൽ ആ പരലോകത്തിലുള്ള ഈ മനുഷ്യന്റെ വലിയ ഒരു പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവന് ആശ്വാസം നൽകുന്നതാണ്. സഹോദരങ്ങളെ, നിസ്സാരമല്ല വിഷയങ്ങൾ. അതേപോലെ തന്നെ വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ വിഷയങ്ങൾ, അഭിമാനങ്ങൾ, അവന്റെ രഹസ്യങ്ങൾ മറ്റൊരു മുസ്ലിം അത് സ്വകാര്യമാക്കി വെച്ചാൽ ഈ മനുഷ്യന്റേതായ എല്ലാ രഹസ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും രഹസ്യമാക്കി വെക്കുന്നതാണ്. ഇവന്റെ പ്രശ്നങ്ങളെ അല്ലാഹു ഒരിക്കലും പരസ്യപ്പെടുത്തുകയില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, റബ്ബിലാ തുഖ്സിനി യൗമൽ ഖിയാമ. പടച്ചവനെ, അന്ത്യദിനത്തിൽ നീ എന്നെ വഷളാക്കല്ലേ റബ്ബേ. ഒരു മനുഷ്യൻ അവന്റെ അഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അവസ്ഥ സമൂഹ മധ്യത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അത് താങ്ങില്ല. നാളെ പരലോകത്ത് അപമാനിതനാകുന്ന സാഹചര്യം ഒരു മുസ്ലിമിന് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത് എന്ന് ഈ അനുഭവങ്ങളും സംഭവങ്ങളും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ആഹ്ലാദ തിമർപ്പുകൾ ഒരിക്കലും പരാജിതനായ തന്റെ എതിർ സ്ഥാനാർത്ഥിയെ അപമാനപ്പെടുത്തുന്ന തരത്തിലായിരിക്കരുത് എന്നാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലയിൽ യഥാർത്ഥ സൗഹൃദത്തിലൂടെ, സാഹോദര്യത്തിലൂടെ, ഗുണകാംക്ഷയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിമായി, വിശ്വാസിയായി നമ്മൾ ഓരോരുത്തരും മാറണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന, പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഭരണീയരായ സമൂഹത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളോടും ഗുണകാംക്ഷയോടുകൂടി പ്രവർത്തിക്കുവാനും എല്ലാവർക്കും നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ഉത്തമന്മാരായ നേതൃസ്ഥാനത്തിരിക്കുന്നവരായി തീരുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനീതി പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ അക്രമങ്ങൾ ചെയ്യുന്നവരായ ആ തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുവാനും
അവരോട് ഗുണകാംക്ഷയോടെ നസീഹത്തോടു കൂടി അവർക്ക് നല്ല സതുപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് സമാധാനത്തിന്റെ കേന്ദ്രമായി തീരുവാൻ, നമ്മുടെ നാട്ടിൽ സമാധാനവും സ്നേഹവും സാഹോദര്യവും അതുപോലെ തന്നെ ഇതര മതവിശ്വാസികളോടുള്ള മാന്യമായ സമീപനവും നിലനിർത്തുന്ന യഥാർത്ഥ വിശ്വാസികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മാനുഷികമായ നന്മകൾ മാത്രം പ്രസരിക്കുന്ന ഒരു നല്ല വിളക്കിന്റെ പ്രതീകമായി തീരുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സുകളെയും പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാവട്ടെ. നമുക്ക് അധികാരസ്ഥരായി വരുന്ന ആളുകൾ നമ്മളോട് സ്നേഹവും കാരുണ്യവും അനുകമ്പയും ഉള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളെ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല അനുയായികളായി, ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തകരായി തീരുവാൻ, നമ്മുടെ നാടിന്റെ യശസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.